കാനഡ അവസരങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ട് കാനഡയുടെ ഇമിഗ്രേഷൻ മിനിസ്റ്ററായിട്ടുള്ള മാർക്ക് മില്ലറിൻ്റെ ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പുതിയ കുറച്ച് ജോബ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ എക്സ്പ്രസ് എൻട്രി സിസ്റ്റമാണ് അദ്ദേഹം അവതരിപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയാമെങ്കിൽ, അതും അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പോയി ഒരു ഫ്രഞ്ച് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കുള്ള PR എടുത്തുകൊണ്ട് തന്നെ എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാനഡയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഇപ്പം പുതിയതായിട്ട് അവതരിപ്പിച്ചേക്കുന്നത്. ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ചിലവ് കുറച്ച് കാനഡയിലേക്ക് PR എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ എക്സ്പ്രസ് എൻട്രിയുടെ പ്രോഗ്രാം വഴിയാണ് 2018 ഞാൻ കാനഡയിലെത്തിയത്. അതും ഒരു ഏജൻസിയുടെ സഹായം പോലും ഇല്ലാതെ സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് വരികയായിരുന്നു ഉണ്ടായത്. എനിക്കാകെ ചിലവ് വന്നതാവട്ടെ 1,30,000 രൂപ മാത്രമാണ്. അതും ഇൻക്ലൂഡിങ് ഫാമിലിക്ക് വേണ്ടിയുള്ള വിസ ചാർജും എല്ലാം ചേർത്ത്. അങ്ങനെയുള്ളൊരു ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് ഈ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു എക്സ്പ്രസ് എൻട്രിയിൽ പുതിയ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് വീണ്ടും അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെ ഉള്ളൊരു നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതെല്ലാവർക്കും ഉപയോഗപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇനി ഞാൻ പറയാൻ പോകുന്ന ജോബ് കാറ്റഗറീസ് ഏതെങ്കിലുമാണ് നിങ്ങളുടേതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാനഡയിലേക്കുള്ള എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം നിങ്ങൾ അപ്ലൈ ചെയ്യുക. മെയിനായിട്ട് 3 കാറ്റഗറിയാണ് അവരിപ്പോൾ ഇൻവിറ്റേഷന് വേണ്ടി വിളിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ്, രണ്ടെന്ന് പറയുന്നത് ട്രേഡ്, ആൻഡ് മൂന്നാമത്തത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് എന്ന കാറ്റഗറി വരുന്ന ജോബുകളെന്ന് പറയുന്നത് ഫാമിലി ഫിസിഷ്യൻ, നേഴ്സ് പ്രാക്ടീഷണർ, ഡെൻറ്റിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാർമസിസ്റ്റ്. ഇത്രയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ട്രേഡിൽ വരുന്നത് കാർപ്പൻറ്റേഴ്സ്, പ്ലംബേഴ്സ്, പിന്നെ കോൺട്രാക്ടേഴ്സ്. ഈ 3 ജോബുകളാണ് ട്രേഡിൽ വരുന്നത്. ഇനി എഡ്യൂക്കേഷനിലാണ് വലിയൊരു മാറ്റം ഈ വട്ടം എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയിൽ വന്നേക്കുന്നത്. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്, പിന്നെ ടീച്ചേഴ്സ്, ഡിസബിലിറ്റി ഇൻസ്ട്രക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ജോബ് കാറ്റഗറീസിലൊക്കെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാരെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഫ്രഞ്ച് പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് എത്രയും പെട്ടെന്ന് കാനഡയിലെ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം വഴി എലിജിബിൾ ആവാനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പോയിന്റ് ബേസ് സിസ്റ്റമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഓരോ പോയിൻറ്റ്സ് നമ്മളെ ഓരോ കാറ്റഗറി വരുന്നവർക്ക് അത് ആഡായിട്ടാണ് അവസാനം അവരൊരു പോയിൻറ്റ്സ് വെച്ച് നിശ്ചയിച്ചിട്ട് ആ പോയിൻറ്റ്സിന് മുകളിൽ വരുന്നവരെ ആയിരിക്കും അവർ വിളിക്കുക. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് നിങ്ങൾ കൂടുകയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ ചിലത് ആഡ് ചെയ്യുകയും ചിലത് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ ഞാനൊരു സ്ക്രീനിൽ ഇപ്പം കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ NOCയും അതിനകത്ത് ആഡ് ചെയ്തതും റിമൂവ് ചെയ്തതും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് പോസ് ചെയ്തിട്ട് അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ IRCCയുടെ വെബ്സൈറ്റിൽ നിന്നായിരിക്കും പറയുന്നത്. പല യൂട്യൂബേഴ്സും പല തെറ്റായ ഇൻഫർമേഷനും പലർക്കും കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഈ കാറ്റഗറിയിൽ തന്നെ റിമൂവ് ചെയ്തിട്ടുള്ള ജോബുകൾ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് സ്റ്റെം കാറ്റഗറിയിൽ ആഡ് ചെയ്തേക്കുന്ന പുതിയ ജോബുകൾ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് സ്റ്റെം കാറ്റഗറിയിൽ തന്നെ റിമൂവ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ട്രേഡ് കാറ്റഗറിയിൽ പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്ന ജോബുകളാണ്. നിങ്ങൾക്ക് കാണാം ഒത്തിരി അധികം ജോബുകൾ ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് കാറ്റഗറി റിമൂവ് ചെയ്തേക്കുന്ന 4 ജോബ്സാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാണുന്നതാണ് എഡ്യൂക്കേഷൻ, അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്ന കാറ്റഗറിയിലുള്ള ജോബ്. ഇപ്പോൾ ഈ ആഡ് ചെയ്തേക്കുന്ന ജോബുകളെല്ലാം തന്നെ കാനഡയിൽ അറ്റ് പ്രസൻറ്റ് ഇപ്പം ലേബർ ഡിമാൻഡിനനുസരിച്ചുള്ള ജോബുകളാണ്. എന്ന് വെച്ചാൽ അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിലെ ഷോർട്ടേജുള്ള വർക്കേഴ്സിൻ്റെ ജോബുകളാണ് ഇപ്പോൾ അവർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കെല്ലാം അറിയാം കാനഡ എന്ന് പറഞ്ഞൊരു ബൈലിംഗൽ കൺട്രിയാണ് എന്നുള്ളത്. അതായത് കാനഡയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് എന്നുള്ളത്. എന്നാൽ ഫ്രഞ്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ക്യൂബക്ക് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിലെ ആൾക്കാർ മാത്രമായിരുന്നെങ്കിൽ ആ ഫ്രഞ്ച് കാനഡയിലെ ത്രൂ ഔട്ട് ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കാനഡ ഫ്രഞ്ച് ലാംഗ്വേജ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഈ പുതിയ ഉത്തരവ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻട്രി ലെവൽ എക്സ്പീരിയൻസ് മതി എന്നുള്ളതാണ് ഈ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മാത്രമല്ല കാനഡയിലെ ഇൻസൈഡ് ഉള്ളവരും അത് ഔട്ട്സൈഡ് ഉള്ളവർക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കാറ്റഗറിയിൽ ഏതെങ്കിലുമാണ് നിങ്ങളുടെ ജോബ് എങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എലിജിബിലിറ്റി എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് PR എടുത്തുകൊണ്ട് തന്നെ കാനഡയിൽ വരാനും നിങ്ങൾക്കൊരു ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുന്നതുമായിരിക്കും.
ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് ഔട്ട്സൈഡ് കാനഡ ഉള്ളവരാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ഉള്ളവർക്ക് ഒരു ജോബ് ഓഫറോ അല്ലെങ്കിൽ LMAയോ അങ്ങനത്തെ സ്പോൺസർഷിപ്പോ ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് പാത്ത് വേ കൂടെ എക്സ്പ്രസ് എൻട്രി കൂടെ കാനഡയിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോഴത്തെ എക്സ്പ്രസ് എൻട്രിയിൽ റിമൂവ് ചെയ്തിട്ടുള്ള മെയിൻ കാറ്റഗറി എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടാണ്. എനിക്കറിയാം പല ആൾക്കാരും PR കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു ട്രക്ക് ഡ്രൈവിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കാനഡയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി ഇത് നോക്കാവുന്നതാണ്. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.